പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ വരുൺ നിൽക്കുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വരുണിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഇതിൻ്റെ ഭാഗമായി വരുൺ ഇതേ തുടർന്ന് നീക്കങ്ങൾ മുന്നിലേക്ക് പ്ലാൻ ചെയ്യുന്നു. ഇതിനിടയിൽ ക്രിഷ് ഫോൺ ചെയ്യുകയാണ് കൺമണിയെ. കൺമണി, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതുപോലെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ആണോ സാറേ? അതെ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല, അത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി കൺമണി ധൈര്യമായി കിടന്നുറങ്ങിക്കോളൂ. നാളെ കണ്ണു തുറക്കുമ്പോൾ കൺമണിയുടെ അടുത്ത് ഞാനുണ്ടാകും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ കൺമണിയെ കാത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ആ, ശരി സാർ, ഞാൻ എന്തായാലും സാറിനെ കാലത്ത് കാത്തിരിക്കും. ആ ഡോറിൽ ഞാൻ വന്ന് മുട്ടും കൺമണിയുടെ. അപ്പോൾ കൺമണി വാതിൽ തുറന്നാൽ മതി. കണ്ണു തുറന്നു നോക്കുമ്പോൾ ആദ്യം തന്നെ മുന്നിൽ ഞാൻ. എന്താ, അതുപോലെ? മതി സാർ, അങ്ങനെ തന്നെ മതി. ആ കാര്യം അങ്ങനെ നടന്നാൽ മതി. ഇതോടെ വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് ഇപ്പോൾ കൺമണിക്ക്. കൺമണി ഇതേ തുടർന്ന് കിടന്നുറങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ കൃഷിൻ്റെ നീക്കങ്ങൾ അറിയാനിടയാകുന്ന മാനസ, ഓഹോ, അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യം. അതുകൊണ്ട് തന്നെ നീക്കങ്ങൾ ഞാനിനി മുന്നിലേക്ക് കൊണ്ടുപോകാം. ഇവൻ്റെ തന്ത്രങ്ങളെല്ലാം തകർത്ത് കളയണം. ഒരിക്കലും ഇവൻ കാര്യങ്ങൾ മനസ്സിലാക്കരുത്. അതിനു മുന്നേ തന്നെ നീക്കങ്ങളെല്ലാം നടത്തണം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതോടെ ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ കൃഷിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയും അതുപോലെ തന്നെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി മൊബൈലിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യാനുള്ള തീരുമാനം എടുക്കുകയാണ് മാനസ. പക്ഷേ ഇതേ സമയം കൃഷ് പറഞ്ഞതുപോലെ വാതിലിൽ മുട്ടൽ കേട്ട് തുറക്കുകയാണ് കൺമണി. അപ്പോഴാകട്ടെ പോലീസ് കൃഷ് സാറാണ് എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിയുകയാണ്. ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യമാണ് മുന്നിൽ ബാക്കിയായി നിൽക്കുന്നത്. ഒരിക്കലും തനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ കാര്യം എന്ന് കൺമണി ആലോചിക്കുമ്പോൾ, കല്യാണ കേസിൽ ആൾക്കാരെ പറ്റിക്കാമെന്ന് കരുതിയോ? അതൊന്ന് കാണണമല്ലോ എന്ന് പോലീസുകാരി പറയുകയാണ്. ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് കൺമണി. മാത്രവുമല്ല, ഇതോടെ എന്തു ചെയ്യും? പോലീസിന് വന്ന കാര്യം കൃഷ് സാറിനെ ഉടൻ തന്നെ അറിയിക്കണം എന്ന തീരുമാനിച്ചുകൊണ്ട് കൃഷിനെ ഫോൺ ചെയ്യുകയാണ് കൺമണി. പക്ഷേ കൺമണി ഫോൺ ചെയ്തിട്ട് കൃഷിൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് അറിയാൻ ഇടയാകുന്നത്. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് കൺമണി ഭയപ്പെടുന്നു. പോലീസുകാരാകട്ടെ കൺമണിയോട് ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കുകയാണ് ഇപ്പോൾ കൺമണിക്ക്. ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ്. ഇതേ സമയം വരുൺ ഈ കാര്യങ്ങൾ അറിഞ്ഞ് സന്തോഷിക്കുന്നു. പക്ഷേ ഒടുവിൽ വരുണിൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ കൃഷ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.